ഇന്ന് ഒരു അവിസ്മരണീയമായ ബഹിരാകാശ യാത്രയിലേക്ക് ഒരുമിച്ച് പോവുകയാണ്. ഒരു യാത്ര ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ മുകളിൽ, നക്ഷത്രങ്ങളുടെ ഇടയിൽ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടന്ന ഒരു അദ്ഭുത കഥ. ഈ കഥയുടെ നായിക ഇന്ത്യൻ വംശജയായ നാസയുടെ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ്. 8 ദിവസത്തേക്ക് മാത്രം പോയ ഒരു ദൗത്യം 9 മാസത്തെ ഒരു ചരിത്രമായി മാറി. 900 മണിക്കൂറിലധികം ഗവേഷണം, 62 മണിക്കൂർ സ്പേസ് വാക്ക്, ഒരു സ്ത്രീയുടെ ലോക റെക്കോർഡ്. പക്ഷേ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര വീണ്ടും വൈകുന്നു. എന്താണ് ഈ യാത്രയുടെ പിന്നിലെ കഥ? ഒരു ചൂട് ചായ എടുത്ത് ഈ നീണ്ട അദ്ഭുത യാത്രയിലേക്ക് ഒന്ന് പോയി നോക്കാം. 2024 ജൂൺ 5-ന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സുനിത വില്യംസും സഹയാത്രികനായ ബച്ച് വിൽമോറും ബോയിങ് സ്റ്റാർലൈനർ എന്ന പുതിയ ബഹിരാകാശ പേടകത്തിൽ ISS-ലേക്ക് പുറപ്പെട്ടു. ഒരു ചെറിയ പരീക്ഷണ ദൗത്യമായിരുന്നു ലക്ഷ്യം. വെറും 8 ദിവസം. ഒരു പുതിയ പേടകത്തിന്റെ ആദ്യ മനുഷ്യയാത്ര, ബോയിങ്ങിന്റെ ഒരു വലിയ സ്വപ്നം. ഒരു പഴയ തോണി പുതിയ കടലിലേക്ക് ഇറങ്ങുന്നതുപോലെ ഈ ദൗത്യം ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. പക്ഷേ ഒരു പുഴയിൽ തോണി കുടുങ്ങുന്നതുപോലെ ഈ യാത്ര അപ്രതീക്ഷിത തടസ്സങ്ങളിലേക്ക് നീങ്ങി. യാത്രക്കിടെ സ്റ്റാർലൈനർ പേടകത്തിന് പ്രശ്നങ്ങൾ തുടങ്ങി. ഒരു പഴയ വാഹനത്തിന്റെ എഞ്ചിൻ തകരാറിലാവുന്നതുപോലെ പേടകത്തിന്റെ ഹീലിയം ടാങ്കുകൾ ചോർന്നു. ത്രസ്റ്ററുകൾ പേടകത്തെ നിയന്ത്രിക്കുന്ന ചെറിയ റോക്കറ്റുകൾ പ്രവർത്തനം നിർത്തി. ജൂൺ 6-ന് ISS-ൽ എത്തിയെങ്കിലും തിരിച്ചുള്ള യാത്ര അനിശ്ചിതമായി. ഒരു പഴയ പാലത്തിന്റെ തൂണുകൾ ദുർബലമാവുന്നതുപോലെ പേടകത്തിന്റെ സുരക്ഷിതത്വം സംശയത്തിലായി. നാസയും ബോയിങ്ങും ഒരു വലിയ പരീക്ഷണശാലയിൽ പോലെ പരിശോധനകൾ തുടങ്ങി. ഹീലിയം ചോർച്ചയുടെ കാരണം, ത്രസ്റ്ററുകളുടെ തകരാർ, എല്ലാം വിശദമായി പഠിച്ചു. ഒടുവിൽ ഒരു കഠിനമായ തീരുമാനം എടുത്തു. സ്റ്റാർലൈനർ മനുഷ്യരുമായി തിരിച്ചെത്താൻ സുരക്ഷിതമല്ല. ഒരു പഴയ കപ്പൽ തുറമുഖത്ത് ഉപേക്ഷിക്കുന്നതുപോലെ പേടകം ഒഴിഞ്ഞ നിലയിൽ 2024 സെപ്റ്റംബറിൽ ഭൂമിയിലേക്ക് തിരിച്ചയച്ചു. സുനിതയും ബച്ചും ISS-ൽ തങ്ങി. 8 ദിവസത്തെ ഒരു യാത്ര 9 മാസത്തെ ഒരു ജീവിതമായി മാറി. ഒരു അതിഥി വീട്ടിൽ അവിചാരിതമായി ദീർഘനാൾ താമസിക്കുന്നതുപോലെ അവർ ബഹിരാകാശ നിലയത്തിൽ ഒരു പുതിയ ജീവിതം തുടങ്ങി. ISS-ൽ എത്തിയപ്പോൾ സുനിതയും ബച്ചും നിഷ്ക്രിയരായി ഇരുന്നില്ല. ഒരു കർഷകൻ പുതിയ വിത്തുകൾ നടുന്നതുപോലെ അവർ ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ മുഴുകി. 900 മണിക്കൂറിലധികം ഗവേഷണം, 37,500 മിനിറ്റ്, 150-ലധികം പരീക്ഷണങ്ങൾ. ഒരു വലിയ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ തുറന്നു പഠിക്കുന്നതുപോലെ അവർ ബഹിരാകാശത്തിന്റെ രഹസ്യങ്ങൾ തേടി. ചെടികൾ വളർത്തൽ, മൈക്രോബുകളെ പഠിക്കൽ, മനുഷ്യ ശരീരത്തിന്റെ പ്രതികരണങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ. ഓരോ പരീക്ഷണവും ഒരു പുതിയ കണ്ടെത്തലിന്റെ വാതിൽ തുറന്നു. ഒരു പ്രധാന പരീക്ഷണം ഭക്ഷ്യ ചെടികൾ വളർത്തലായിരുന്നു. ലെറ്റസ്, മുളപ്പിച്ച ധാന്യങ്ങൾ, ഒരു ചെറിയ തോട്ടം ബഹിരാകാശത്ത് ഉണ്ടാക്കുന്നതുപോലെ അവർ പച്ചപ്പ് വളർത്തി. ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ ഭക്ഷണം സ്വയം ഉണ്ടാക്കേണ്ടത് എത്ര പ്രധാനമാണ്. ഒരു പഴയ കർഷകന്റെ ജ്ഞാനം പോലെ ഈ പരീക്ഷണം ഭാവിയിൽ ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ ഉള്ള യാത്രകൾക്ക് വഴിയൊരുക്കുന്നു. മറ്റൊരു പഠനത്തിൽ മൈക്രോബുകളെ, ബാക്ടീരിയ, ഈസ്റ്റ് നിരീക്ഷിച്ചു. ഒരു പഴയ പാചകക്കുറിപ്പ് പരിഷ്കരിക്കുന്നതുപോലെ ഭാരമില്ലാത്ത അവസ്ഥയിൽ ഈ ജീവികൾ എങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കി. ഈ കണ്ടെത്തലുകൾ ബഹിരാകാശത്ത് രോഗങ്ങൾ തടയാനും ജൈവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും സഹായിക്കും. മനുഷ്യ ശരീരത്തിന്റെ പ്രതികരണങ്ങളും പഠിച്ചു. ഒരു വലിയ പരീക്ഷണശാലയിൽ ശാസ്ത്രജ്ഞനെപ്പോലെ അവർ രക്തം, പേശികൾ, അസ്ഥികൾ എന്നിവയിലെ മാറ്റങ്ങൾ രേഖപ്പെടുത്തി. ഭാരമില്ലായ്മ മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു? ഒരു പക്ഷി പറക്കുമ്പോൾ അതിന്റെ ശരീരം മാറുന്നതുപോലെ ബഹിരാകാശത്ത് അസ്ഥികൾ ദുർബലമാവുന്നതും പേശികൾ ക്ഷയിക്കുന്നതും കണ്ടെത്തി. ഈ വിവരങ്ങൾ ദീർഘകാല ബഹിരാകാശ യാത്രകൾക്ക് മനുഷ്യനെ തയ്യാറാക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. 900 മണിക്കൂർ, ഒരു ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം ശാസ്ത്രത്തിനായി സമർപ്പിച്ച ഒരു സമയം. സുനിതയുടെ ഏറ്റവും തിളക്കമാർന്ന നേട്ടം 62 മണിക്കൂറും 6 മിനിറ്റും സ്പേസ് വാക്ക് ചെയ്തതാണ്. ഒരു സ്ത്രീയുടെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്പേസ് വാക്ക് റെക്കോർഡ്. ഒരു പക്ഷി ആകാശത്ത് പറക്കുന്നതുപോലെ അവർ ISS-ന് പുറത്ത് ബഹിരാകാശ ശൂന്യതയിൽ സഞ്ചരിച്ചു. 2025 ജനുവരി 16-ന് തുടങ്ങി ജനുവരി 30-ന് ഈ റെക്കോർഡ് സ്ഥാപിച്ചു. മുമ്പ് പെഗ്ഗി വിറ്റ്സന്റെ 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡ് മറികടന്ന്. ഒരു പഴയ നാഴികക്കല്ല് പുതിയൊരാൾക്ക് വഴിമാറുന്നതുപോലെ സുനിത ഈ നേട്ടം സ്വന്തമാക്കി. സ്പേസ് വാക്ക് എന്നാൽ എന്താണ്? ഒരു ബഹിരാകാശ യാത്രികൻ സ്പേസ്യൂട്ടിനുള്ളിൽ ഓക്സിജൻ ടാങ്കുമായി പേടകത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു മത്സ്യം കടലിൽ നീന്തുന്നതുപോലെ ശൂന്യതയിൽ പ്രവർത്തിക്കുന്നു. ISS-ന്റെ പുറംഭാഗം ശരിയാക്കാൻ, പുതിയ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ, പരീക്ഷണ ഉപകരണങ്ങൾ ക്രമീകരിക്കാൻ ഒരു മെക്കാനിക് ഒരു വലിയ യന്ത്രം ശരിയാക്കുന്നതുപോലെ സുനിതയും ബച്ചും ഈ ജോലികൾ ചെയ്തു. ഒരു സ്പേസ്യൂട്ട് 300 കിലോഗ്രാം ഭാരമുള്ളതാണ്, പക്ഷേ ഭാരമില്ലാത്ത അവസ്ഥയിൽ അത് ഒഴുകുന്നു. ഒരു മിനിറ്റ് പോലും പാഴാകാതെ അവർ ഓരോ ജോലിയും കൃത്യയോടെ ചെയ്തു. ഈ 62 മണിക്കൂർ 7 സ്പേസ് വാക്കുകളായി വിഭജിച്ചു. ഓരോ തവണയും 6-10 മണിക്കൂർ.
ഒരു ദിവസം മുഴുവൻ ഒരു പഴയ പാലം ശരിയാക്കുന്നതുപോലെ അവർ ISSന്റെ ഘടനയെ പുതുക്കി. 400 കിലോമീറ്റർ മുകളിൽ ഭൂമി ഒരു നീല മുത്തായി താഴെ കാണപ്പെടുമ്പോൾ അവർ ഈ ജോലികൾ ചെയ്തു ഒരു സിനിമയിലെ രംഗം പോലെ, പക്ഷേ യാഥാർത്ഥ്യമായി. സുനിതയുടെ ഈ നേട്ടം സ്ത്രീകൾക്ക് ബഹിരാകാശത്തും അതിരുകളില്ല എന്ന് ലോകത്തിന് കാണിച്ചു. 9 മാസം ISSൽ എങ്ങനെയാണ് ജീവിച്ചത്? ഒരു ചെറിയ വീടിനുള്ളിൽ, ഭൂമിയിൽ നിന്ന് അകലെ, എല്ലാം പുതിയൊരു രീതിയിലാണ്. 400 കിലോമീറ്റർ മുകളിൽ ഒരു പക്ഷി കൂട്ടിൽ പറക്കാൻ പഠിക്കുന്നതുപോലെ അവർ ഭാരമില്ലാത്ത അവസ്ഥയിൽ ജീവിച്ചു. ഭക്ഷണം പാക്കറ്റുകളിൽ ഒരു പഴയ യാത്രാസഞ്ചിയിൽ നിന്ന് ഭക്ഷണം എടുക്കുന്നതുപോലെ അവർ ഡീഹൈഡ്രേറ്റഡ് ഭക്ഷണം വെള്ളം ചേർത്ത് കഴിച്ചു. വെള്ളം പുനരുപയോഗം ചെയ്തു മൂത്രവും വിയർപ്പും ശുദ്ധീകരിച്ച് കുടിനീരാക്കി. ഒരു പഴയ കിണറിൽ നിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്നതുപോലെ ISSലെ സാങ്കേതികത അത്ഭുതകരമാണ്. ഉറക്കം ഒരു സ്ലീപ്പിംഗ് ബാഗിൽ ചുവരിൽ ഘടിപ്പിച്ച് ഒരു പഴയ ഊഞ്ഞാലിൽ കിടക്കുന്നതുപോലെ അവർ ഒഴുകി നിന്ന് ഉറങ്ങി. ഒരു ദിവസം 16 തവണ സൂര്യോദയവും അസ്തമയവും ഒരു കാലിഡോസ്കോപ്പ് കറങ്ങുന്നതുപോലെ ഭൂമി അവർക്ക് മുന്നിൽ ഒരു നൃത്തം ചെയ്തു. ഓരോ 90 മിനിറ്റിലും ഭൂമിയെ ചുറ്റി ഒരു പഴയ ഗ്രാമത്തിന് ചുറ്റും നടക്കുന്നതുപോലെ അവർ ഈ ഭ്രമണപഥത്തിൽ ജീവിച്ചു. ശാസ്ത്രീയ ജോലികൾക്ക് പുറമെ ISSന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു. ഒരു പഴയ യന്ത്രം പോലെ ISSനും പരിചരണം വേണം. സോളാർ പാനലുകൾ ശരിയാക്കി, പുതിയ ഉപകരണങ്ങൾ സ്ഥാപിച്ചു, വൈദ്യുതി ലൈനുകൾ പരിശോധിച്ചു. ഒരു വീട് പുതുക്കിപ്പണിയുന്നതുപോലെ അവർ ഈ ബഹിരാകാശ വീടിനെ സജീവമാക്കി. ഒപ്പം ഭൂമിയിലുള്ളവരുമായി ആശയവിനിമയം നടത്തി ഒരു പാലത്തിന്റെ മറ്റേ കരയിൽ നിന്ന് വിളിക്കുന്നതുപോലെ അവർ അനുഭവങ്ങൾ പങ്കുവച്ചു. സുനിത ഒരിക്കൽ പറഞ്ഞു, തിരിച്ചെത്തുന്ന ദിവസം അറിയാതിരിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. ഒരു യാത്രക്കാരൻ ട്രെയിൻ വൈകുന്നതിനെക്കുറിച്ച് ആകുലപ്പെടുന്നതുപോലെ അവർ അനിശ്ചിതത്വത്തിന്റെ നടുവിൽ നിന്നു. 9 മാസത്തിന് ശേഷം സുനിതയെയും ബച്ചിനെയും തിരിച്ചെത്തിക്കാൻ സ്പേസ്എക്സ് ക്രൂ 10 ദൗത്യം തയ്യാറായി. ഒരു പുതിയ രക്ഷകനെ പോലെ സ്പേസ്എക്സിന്റെ ഡ്രാഗൺ പേടകം അവരെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. 2025 മാർച്ച് 12 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഈ ദൗത്യം പുറപ്പെടാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഒരു കപ്പൽ കടലിൽ കുടുങ്ങുന്നതുപോലെ ഈ യാത്ര വീണ്ടും വൈകി. ഡ്രാഗൺ പേടകത്തിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ കണ്ടെത്തി ഒരു പഴയ എഞ്ചിന്റെ ഭാഗങ്ങൾ പരിശോധിക്കുന്നതുപോലെ നാസയും സ്പേസ്എക്സും എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ തീരുമാനിച്ചു. നാസയുടെ പ്രഖ്യാപനം വന്നു. മാർച്ച് 13 ശേഷം മാത്രമേ ലോഞ്ച് നടക്കൂ. ക്രൂ 10ൽ 4 യാത്രികർ ഉണ്ട്. നാസയുടെ ആനി മക്ലൈൻ, ജപ്പാന്റെ തകുയ ഒനിഷി, റഷ്യയുടെ അലക്സാണ്ടർ ഗോർബുനോവ്, ഇന്ത്യൻ വംശജയായ ശോഭന ഗുപ്ത. ഒരു അന്താരാഷ്ട്ര സംഘം പോലെ അവർ ISSലേക്ക് പോയി സുനിതയെയും ബച്ചിനെയും മാറ്റി നിൽക്കാൻ തയ്യാറാവുന്നു. പക്ഷേ ഈ വൈകലിന്റെ പിന്നിൽ സുരക്ഷയാണ് പ്രധാനം. ഒരു പഴയ പാലം ശരിയാക്കുന്നതുപോലെ സ്പേസ്എക്സ് എല്ലാം പരിശോധിക്കുന്നു. 2025 മാർച്ച് അവസാനത്തോടെ മാത്രമേ സുനിതയും ബച്ചും ഭൂമിയിൽ തിരിച്ചെത്തൂ. ഒരു ദീർഘയാത്രയുടെ അവസാനം കാത്തിരിക്കുന്നതുപോലെ അവർ ക്ഷമയോടെ നിൽക്കുന്നു. സുനിത വില്യംസ് ഒരു ഇന്ത്യൻ വംശജയാണ്. 1965 ഓഹിയോയിൽ ജനിച്ചു, പക്ഷേ വേര് ഗുജറാത്തിലാണ്. ഒരു പഴയ വേര് പുതിയ മണ്ണിൽ വളരുന്നതുപോലെ അവർ അമേരിക്കയിൽ വളർന്ന് ഇന്ത്യൻ സംസ്കാരത്തെ ഹൃദയത്തിൽ കൊണ്ടുനടന്നു. ബഹിരാകാശത്ത് ഭഗവത് ഗീതയും ഗണേശ പ്രതിമയും കൊണ്ടുപോയി ദീപാവലി ആഘോഷിച്ചു. ഒരു പഴയ വിളക്ക് പുതിയ ആകാശത്ത് തിളങ്ങുന്നതുപോലെ അവർ സ്വന്തം പൈതൃകം മറന്നില്ല. 1998 നാസയിൽ ബഹിരാകാശ യാത്രികയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു പഴയ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നതുപോലെ അവർ നക്ഷത്രങ്ങളിലേക്ക് എത്തി. ഇതിനു മുമ്പും സുനിത ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. 2006ലും 2012ലും ISSൽ 322 ദിവസം ചെലവഴിച്ചു. ഒരു പഴയ യാത്രക്കാരൻ പുതിയ പാതയിലേക്ക് തിരിയുന്നതുപോലെ 2024 ഈ ദൗത്യം അവരുടെ 3ാമത്തെ യാത്രയായി. 62 മണിക്കൂർ സ്പേസ് വാക്ക്, 900 മണിക്കൂർ ഗവേഷണം. ഒരു സ്ത്രീയുടെ ശക്തിയും സമർപ്പണവും ഈ സംഖ്യകളിൽ തിളങ്ങുന്നു. ഈ 9 മാസം മനുഷ്യന്റെ കഴിവിന്റെ ഒരു പുതിയ അതിര് കാണിക്കുന്നു. ഒരു നക്ഷത്രം ഭൂമിയിൽ നിന്ന് അകന്നാലും അതിന്റെ പ്രകാശം എല്ലാവരിലേക്കും എത്തുന്നതുപോലെ ഈ 9 മാസത്തെ യാത്ര ഒരു അവസാനത്തോട് അടുക്കുന്നു. ഒരു നദി സമുദ്രത്തിൽ ചേരുന്നതുപോലെ സുനിതയും ബച്ചും ഭൂമിയിലേക്ക് മടങ്ങിവരും. പക്ഷേ ഈ യാത്രയുടെ അടയാളങ്ങൾ ശാശ്വതമാണ്. ഒരു പഴയ മരത്തിന്റെ വളയങ്ങൾ പോലെ അവരുടെ നേട്ടങ്ങൾ ബഹിരാകാശ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. സ്പേസ്എക്സ് ക്രൂ 10 ദൗത്യം വൈകിയെങ്കിലും അവർ സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു പഴയ കഥാപാത്രം പുതിയ തലമുറയെ പ്രചോദിപ്പിക്കുന്നതുപോലെ സുനിതയുടെ ധൈര്യവും ശാസ്ത്രവും നമ്മെ ആകാശത്തേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.